ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. സോ ഇപ്പൊ നമ്മള് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമ്മുടെ ഫേവറേറ്റ് സാധനം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ഗോയിങ് ഔട്ട് ആൻഡ് ഈറ്റിങ്ങും ട്രാവലിങ്ങും. പക്ഷെ ഞങ്ങള് സ്റ്റോക്ക് കുറച്ചുണ്ടായിരുന്നു ദിവസം അയച്ച്. അത് ആക്ച്വലി നമ്മൾ വിയറ്റ്നാമും ബാങ്കോക്കും പോയിരുന്നു. അത് ഭയങ്കര ഒരു വലിയ കഥയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇവിടുത്തെ ഫസ്റ്റ് ലോക്ക്ഡൌൺ ഒക്കെ വരുമെന്നും നമുക്കറിയില്ല. അന്ന് കോവിഡിന്റെ സിവിയറിറ്റി ഒന്നും അറിയില്ല. നമ്മൾ ഒരു കുറച്ച് പേരൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെടും എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തു, കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു. അതുകൊണ്ട് പോവാതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഫിനാൻഷ്യൽ നഷ്ടം വരുമായിരുന്നു. ഞാൻ, പ്രിയ, വേദു, ഡാഡി, മമ്മി, കുട്ടി വേദുവാണ്. ഞങ്ങൾ എല്ലാരും കൂടെ ഓർമ്മയുണ്ടോ പ്രിയ? 2000 കഴിഞ്ഞ വർഷം 19 മാർച്ച് അല്ല ഏപ്രിൽ ലോക്ക്ഡൌൺ വന്ന മാസം ഏതാ? ആ മാസത്തിന്റെ തുടക്കമാണ് നമ്മൾ പോയത്. ഫെബ്രുവരി മാർച്ച് ആണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ അങ്ങനെ പോയിട്ട് നമ്മൾ ആദ്യമേ വിയറ്റ്നാമിൽ പോയി. അവിടെയൊക്കെ അതിന് അപ്ലേക്കും ഭയങ്കര ലോക്ക്ഡൌൺ ആയില്ല, പക്ഷെ ഭയങ്കര സ്ട്രിക്ട് കർബ്സ് ആയിരുന്നു. നമ്മുടെ ഇവിടെ ഫുൾ തുറന്നു വിട്ട സമയത്ത് അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് അധികം സ്പ്രെഡ് ആയിട്ടില്ല കേട്ടോ. നമ്മൾ പോയപ്പോൾ നമ്മൾ അവിടെ കുറെ അന്വേഷിച്ചിരുന്നു. പക്ഷെ നമ്മൾ അവിടെ പോയി, നമ്മൾ ഹനോയി പോയി. അവിടെ അപ്ലേക്കും ഒരു 5-6 കേസ് അല്ലെങ്കിൽ 8 കേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവര് എല്ലാം ക്ലോസ് ഡൗൺ ചെയ്യാൻ. ഇപ്പോഴത്തെ ഇവിടുത്തെ ലോക്ക്ഡൌൺ വരുന്നില്ല, അതുപോലെയായിരുന്നു അവിടെ. എനിക്കൊന്ന് 10 കേസും കാണാൻ ഞങ്ങൾ പോയപ്പോൾ 2-3 ദിവസം കാണാൻ ഉണ്ടായിരുന്നു ഫുൾ ഹനോയിൽ. പക്ഷെ അവരത് ക്ലോസ് ഡൗൺ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയില്ല. ക്രൂസ് ഒക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു. ഹെലോങ് ബേ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസും നാച്ചുറൽ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടുത്തെ ക്രൂസ് ഒക്കെ ക്യാൻസലായി. ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ട്രിപ്പ് ആയിരുന്നു, പക്ഷെ ഒരു രീതിയിൽ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് ബാങ്കോക്കിൽ പോയി. ബാങ്കോക്കിൽ പോയപ്പോൾ ഞങ്ങളുടെ തിരിച്ചു വരുന്ന ഫ്ലൈറ്റ്സ് ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇന്ത്യ ലോക്ക്ഡൌൺ ആവുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക് പോലും കിട്ടിയില്ല. അവർ പറഞ്ഞു ഈ ഫ്ലൈറ്റും കൂടെ പോയി കഴിഞ്ഞാൽ ബാങ്കോക്ക് എയർപോർട്ട് ഇന്ത്യയിലേക്ക് ഒറ്റ ഫ്ലൈറ്റ് ഇന്ത്യയിലേക്ക് കാണില്ലെന്ന്. അങ്ങനെ ആ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ ഭാഗ്യത്തിന് ലാസ്റ്റ് ഫ്ലൈറ്റിൽ കയറി ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിന് കൊച്ചിയിലേക്ക് വരാൻ ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ല. ഞങ്ങൾ ഒരു ഫുൾ ക്യാബിൻ ട്രെയിൻ ബുക്ക് ചെയ്ത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അങ്ങനത്തെ ഒരു സീരീസ് ആണ്. സോ നമുക്കത് തുടങ്ങാം. സോ അതിനു മുമ്പ് നമ്മൾ ഈ ഒരു വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫേവറേറ്റ് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പ്ലീസ് കം വിത്ത് us to ഹനോയ് ആൻഡ് തായ്ലൻഡ് ട്രാവൽ സീരീസ് കബുൻ കാം. അപ്പൊ ഗൈസ്, ഇത്തവണ മമാഅർത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന 2 പ്രൊഡക്ട്സ് നമുക്ക് ഭയങ്കര ഒരു സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് ആണ്. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ ഒരു വെതറിന്. അറിയാലോ, ഇവിടെ സമ്മറാണ്. ആൻഡ് സമ്മറിൽ നമുക്ക് നമ്മുടെ സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആവും. അതൊരു മോയ്സ്ചറൈസ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡൾനെസ് കാണും. ആൻഡ് ഇങ്ങനെ ഒരു സമ്മറിന് ആക്ച്വലി നമ്മുടെ ഒരു സ്കിന്നിന് വേണ്ടത് എന്താ പറയുക, ഒരു തണുത്ത ഗ്ലാസ് ഓഫ് വെള്ളം കുടിക്കുന്ന പോലത്തെ ഒരു സുഖമാണ്. അവരിപ്പോൾ അയച്ചു തന്ന ഈ 2 പ്രൊഡക്റ്റ് നമുക്ക് ഇട്ടാലും. ഇത് ആക്ച്വലി മമാഅർത്തിന്റെ ഉപ്താൻ അൾട്രാ ലൈറ്റ് ജെല്ലാണ്. ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. അതുപോലെ തന്നെ ഇത് മമാഅർത്തിന്റെ വൈറ്റമിൻ സി അൾട്രാ ലൈറ്റ് ജെൽ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ഈ 2 പ്രൊഡക്ട്സ് ആണ് അയച്ചു തന്നിരിക്കുന്നവര്. ആൻഡ് ഈ ആക്ച്വലി 2 പ്രൊഡക്ട്സിന്റെയും ഗുണം എന്താണെന്ന് അറിയാം. ഇറ്റ്സ് വെരി ലൈറ്റ്, ഇറ്റ്സ് വെരി നോൺ ഗ്രീസി, നോൺ സ്റ്റിക്കി. എന്നാൽ നന്നായി മോയ്സ്ചറൈസും ആയിരിക്കും. നല്ല മണമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്, എനിക്ക് മണം ഇഷ്ടമുള്ളത് ഇതാണ്. പക്ഷെ എന്റെ ഫേവറേറ്റ് ഇൻഗ്രീഡിയന്റ് ഉള്ളത് ഇതിലാണ്. പ്രിയക്ക് ഇതിന്റെ മണമാണ് ഇഷ്ടം കൂടുതൽ. അപ്പൊ നമ്മൾ ഇതിപ്പം പ്രിയയുടെ കയ്യിലൊന്ന് ഇടാൻ പോവാണ്. ഇത് ഇപ്പൊ ആക്ച്വലി പ്രിയയുടെ കൈ കുറച്ച് ഡ്രൈ ആണ്. ആക്ച്വലി സ്കിന്നിനൊക്കെ ഒരു ഡൾനെസ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ചൊന്ന് എടുത്ത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചിട്ടാൽ മതി. മെയിൻ ആയിട്ട് ഇത് വളരെ ലൈറ്റ് ആണ്. സമ്മറിന് പെർഫെക്റ്റ് ആണ്. ആ സമയത്ത് ക്വിക്ക് അബ്സോർബിംഗ് ആണ്. ആ സമയത്ത് നല്ല മോയ്സ്ചറൈസിംഗ് ആണ്. സോ ആഫ്റ്റർ ഇത് ഇട്ട് കഴിയുമ്പോൾ ശരിക്കും സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും. ഒട്ടും ഓയിലിയും ഗ്രീസിയും ആയിരിക്കില്ല. പിന്നെ ഈ മമാഅർത്തിന്റെ ഉപ്താൻ അൾട്രാ ലൈറ്റ് ജെൽ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് 2 ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സാഫ്രൻ, ടേമറിക് അറിയാം, അതിന്റെ ഒക്കെ ഗുണങ്ങൾ അറിയാം. ആ സമയത്ത് അവരുടെ വൈറ്റമിൻ സി അൾട്രാ വൈറ്റ് ജെല്ലിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത് അലോവേറയും ആൻഡ് ഓബിയസ്ലി വൈറ്റമിൻ സി ആണ്. ആൻഡ് 2ലും കോമൺ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഷിയ ബട്ടർ എന്നൊക്കെ പറഞ്ഞൊക്കെ കോമൺ ഇൻഗ്രീഡിയൻസ് ആണ്. ആൻഡ് ഇത് ആക്ച്വലി നമ്മൾ ഈ സമ്മറിന് വേണ്ടി അവർ സ്പെസിഫൈ ചെയ്ത് ഇറക്കിയ പ്രോഡക്ട്സ് ആണ്. ആൻഡ് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് വെരി ലൈറ്റ് ഓൺ സ്കിൻ. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഒരു ഹൈലൈറ്റ് തോന്നിയത്. ലൈറ്റും ആണ്. ആ സമയത്ത് ഇറ്റ് ആക്ച്വലി മോയ്സ്ചറൈസ് യുവർ സ്കിൻ ഓൾസോ വെരി വെൽ. ആൻഡ് പിന്നെ മമാഅർത്ത് പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം, വളരെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ്. നോ സൾഫേറ്റ്സ്, നോ പാരബൻസ് ആണ്. ആൻഡ് മമാഅർത്തിന്റെ ഞാൻ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് മാത്രമല്ല നല്ലത്, അവരുടെ ഒരു കോർപ്പറേറ്റ് കൾച്ചറും നല്ലതാണ്. ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന ഓരോ ഓർഡറും അവർ പ്ലാന്റ് ചെയ്യുന്ന ഓരോ ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ബൈ 2025 അവർ 10 ലക്ഷം 1 മില്യൺ ട്രീസ് ആണ് അവർ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് പിന്നെ നിങ്ങളിപ്പോൾ മമാഅർത്തിന്റെ ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അതിൽ കൂടെ ഡിസ്കൗണ്ട്സും കൂടുതൽ ഡിസ്കൗണ്ട്സും കിട്ടും, ഓഫേഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. പിന്നെ ആസ് യൂഷ്വൽ മമ്മത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ ORU2021 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ച് മമ്മത്തിന്റെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ട്രൈ യൂസിങ് ദിസ് പ്രോഡക്റ്റ്. നമ്മുടെ കേരളത്തിന് പറ്റിയ സാധനമാണ്. ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞങ്ങൾ വിയറ്റ്നാമിലേക്കും ബാങ്കോക്കിലേക്കുള്ള ഒരു യാത്രയിലാണ്. പക്ഷേ ഈ വീഡിയോ ഞാൻ ഈ കൊറോണയുടെ ഒക്കെ ഒരു പേടി മാറിയിട്ട് ഞാൻ പബ്ലിസൈസ് ചെയ്യില്ല. ഞങ്ങളെല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സും ഉണ്ട്. എവറിത്തിങ് ഇസ് നോർമൽ ആൻഡ് സേഫ് ദർ. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ വിയറ്റ്നാമിലെയും ബാങ്കോക്കിലെയും കുറേ കാഴ്ചകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. എന്തായാലും എയർപോർട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം, കാരണം എയർപോർട്ട് കാലിയാണ്. അപ്പോൾ മെയിനായിട്ട് ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനായിട്ട് എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നത് നല്ല പോഷകമായിട്ടുള്ള ആഹാരം കഴിക്കണം എന്നാണ്. അതിന് എളുപ്പമുള്ളൊരു കാര്യം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അതൊരു വിഷയമല്ല. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ലോഞ്ചിൽ കയറിയിരിക്കുകയാണ്, ഇവിടുത്തെ കൊച്ചി എയർപോർട്ട് ലോഞ്ചിൽ. ഇനി ഇവിടെ വേദുവിന് പറ്റിയൊരു സാധനമുണ്ട്, കാണിച്ചു തരാം. ഹെൽത്തി സാധനമാണ് ഗ്രീൻ ലെമൺ ആൻഡ് മിൻറ്റ് ജ്യൂസ്. അപ്പോൾ അതാണ് വേദുവിന്. ആണ് വേദു സുഖമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫുൾ ബോട്ടിൽ കുടിച്ചു. അപ്പോൾ ഞങ്ങൾ മലേഷ്യയിലെത്തി. പക്ഷേ ഇവിടെ ഒരു 5 മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ലോഞ്ചിൽ കയറാതെ വേറെ രക്ഷയില്ല. ഹോപ്പ്ഫുള്ളി ലോഞ്ചിൽ നല്ല മലേഷ്യൻ ഫുഡും കഴിച്ച് കുറച്ച് സമയം കളയാൻ പറ്റുമായിരിക്കും. പിന്നെ ഇവിടെ ആക്ച്വലി നമ്മൾ വന്നിറങ്ങുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തെർമോമീറ്റർ ഉപയോഗിച്ചല്ല, ഇവർക്കൊരു തേർമൽ ക്യാമറയുണ്ട്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിൽ കളറായി കാണും, അല്ലാത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ലോഞ്ചിൽ പോയി കുറച്ച് സമയം കളയാം. ഇനിയിപ്പോൾ ഈ വേദുമായിട്ട് ട്രാവലിങ് കുറച്ച് പാടേ വരുന്നുണ്ട്, അടങ്ങിയിരിക്കുന്നില്ല. ഇപ്പം നാട്ടിലത്തെ സമയം 5 മണിയേ ആയിട്ടുള്ളൂ. മോർണിംഗ് 5 o'clock 5 AM. പക്ഷെ ആളിരിക്കുന്നുണ്ടോ, ഉറക്കവും ഇല്ല, ഒന്നുമില്ല. വേദുവിൻ്റെ ഡൈപ്പർ മാറ്റാൻ പോവാണ് ഞാൻ കേട്ടോ, പ്രിയല്ല ഞാൻ. അപ്പോൾ ഞാനാണ് കൂടുതൽ പ്രിയനെ കാട്ടി മാറ്റുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ കണ്ട ഒരു ലേഡിയാണ് ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്നത്. അത് കറക്റ്റ് അല്ലല്ലോ, ആണുങ്ങളും ചേഞ്ച് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ലോഞ്ച് വളരെ ചെറിയൊരു ലോഞ്ചാണ്. മെയിനായിട്ട് ഇതൊരു സ്പാ ആണ്, അതിൻ്റെ കൂടെ ലോഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളൂ. പക്ഷേ എന്തായാലും തിരക്കില്ലാത്തതുകൊണ്ട് ഇരിക്കാൻ സ്ഥലം കിട്ടി. പിന്നെ നല്ല വൃത്തിയായിട്ടുള്ള ടോയ്ലറ്റ്സും ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം, അതേ മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ട്. ശരിക്കും ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ഒക്കെ പോലെ തന്നെ ടോയ്ലറ്റ് ആണ്. ഷവറും ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് കുളിക്കാം. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഹനോയിലെത്തി. സേഫ് ജേണി ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ആക്ച്വലി വിയറ്റ്നാം ഈ സമയത്ത് വരാൻ പ്ലാൻ ചെയ്തത് പ്രത്യേകിച്ച് ഹനോയിൽ വരാൻ പ്ലാൻ ചെയ്തത് ഇവിടുത്തെ വെതറാണ്. കാരണം സാധാരണ ഈ ഏഷ്യൻ ഭാഗത്തൊന്നും നല്ല ക്ലൈമറ്റ് കിട്ടാറില്ല, എപ്പോഴും ചൂടായിരിക്കും. പക്ഷേ ഇവിടെ ഈ അവർ പറയുന്നത് നല്ല തണുപ്പാന്നാണ് പറയുന്നത്, വെളിയിൽ ഇറങ്ങിയിട്ടില്ല. എന്തായാലും ഹോപ്പ്ഫുള്ളി ഇത് ക്ലൈമറ്റ് വിൽ ബി ഗുഡ്. അപ്പോൾ ഞങ്ങൾ അറൈവൽ ഹാളിൽ എത്തിയപ്പോൾ ഓരോ ഫേമസ് പെയിൻറ്റേഴ്സിൻ്റെ ഓരോരോ പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളുടെ. അവിടെ ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ളത് ഹെലോങ് ബേ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അത് 7 നാച്ചുറൽ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ ഒന്നാന്ന് തോന്നുന്നു. അപ്പോൾ അത് പോകണം എന്നുണ്ട്, പക്ഷേ എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ തിരക്കധികം ഇല്ലാത്തതുകൊണ്ട് റേറ്റ് കുറഞ്ഞ് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് തന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര മെസ്മറൈസിങ് ആയിരിക്കും. ഞാൻ എന്തായാലും ആ പെയിൻറ്റിങ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ഉഗ്രൻ ക്ലൈമറ്റാണ്. പിന്നെ വലിയ തിരക്കും ഇല്ലായിരുന്നു ഇവിടെ ഇമിഗ്രേഷനിൽ, അപ്പോൾ വേഗം ഇറങ്ങാൻ പറ്റി. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോകണം. ഭയങ്കര ലോങ് യാത്രയായിരുന്നു, അപ്പോൾ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ കുറച്ച് നേരം പോയി കിടന്നിട്ട് വൈകുന്നേരം എന്താ പരിപാടി എന്നൊന്ന് നോക്കണം. പക്ഷേ പ്രിയക്ക് ഇത്രയും സന്തോഷിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, ഇവിടെ ഇപ്പം ഈ ചൈനീസ് ഗ്രൂപ്പ് ടൂറിസ്റ്റിനെ അലൗഡ് അല്ല. കാരണം ചൈനയിൽ നിന്ന് അവർക്ക് വെളിയിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് വലിയ വലിയ ഹോട്ടൽസ്, ഇവിടുത്തെ ടോപ്പ് ഹോട്ടൽസൊക്കെ ഭയങ്കര റേറ്റ് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു ടോപ്പ് ഹോട്ടൽ, എനിക്കൊന്നും ഇവിടുത്തെ റാങ്കിങ്ങിൽ തന്നെ ഒരു 5 or 6 വരുന്ന റാങ്കിങ് ആണ്. ആ ഹോട്ടലിലാണ് ഞങ്ങൾക്ക് താമസം കിട്ടിയിരിക്കുന്നത്. അത് വളരെ ചെറിയ എമൗണ്ടിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ ഭയങ്കര വലിയ റൂംസ് ഒന്നും ആയിരിക്കില്ല വിയറ്റ്നാമിൽ പൊതുവെ, പക്ഷെ ഉള്ളത് നല്ല ഭംഗിയും പിന്നെ നല്ല സർവീസും ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ഹോട്ടലാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ആദ്യമേ ഹോട്ടൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണാം.
ഏതു ഉറങ്ങാത്തതിൻ്റെ ഒരു ഫസിനെസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അവിടെ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പറയാൻ മറന്നുപോയി, ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് ഏരിയ അല്ലെങ്കിൽ എല്ലാ അട്രാക്ഷൻസും ഓൾഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. അതിന്റെ ഹിസ്റ്ററി ഒക്കെ പിന്നെ പറയാം. അപ്പോൾ അവിടെ തന്നെയായിരിക്കും മിക്ക അക്കോമഡേഷൻസ്, അവിടെ തന്നെയാണ് ഞങ്ങളും എടുത്തിരിക്കുന്നത്. അപ്പോൾ ആര് ഹനോയ് വന്നാലും അവിടെ തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ, കാരണം എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരിക്കും ഒരുവിധം എല്ലാ അട്രാക്ഷൻസും. ഓൾഡ് ക്വാർട്ടർ മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. അക്കൂസ്റ്റിക് ഹോട്ടൽ ആൻഡ് സ്പാ മെയിൻ ഏരിയയിലാണ്. ഓൾഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ ഡാഡി ഹാപ്പിയാണ്, കാരണം എൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഹണ്ടേഴ്സ്, ഒരു കിടിലൻ ബിയർ പാർലറാണ്. ഇവിടെ എല്ലാം ഭയങ്കര അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഇപ്പോൾ ലിഫ്റ്റിൻ്റെ ഡോറാണെങ്കിലും കണ്ട ലിഫ്റ്റിൻ്റെ ഡോറ്, അതല്ലാതെ തന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ, ഒരു ലൈബ്രറിയുടെ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവറിത്തിങ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ മെയിൻ സെൻറ്റർ പീസ് ഇതാണ്. അവർക്കൊരു ഗ്രാൻഡ് പിയാനോ ഉണ്ട്, അതാണ് സ്റ്റേജ്. ഫ്ലോറിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു ബാറും ഉണ്ട്. താങ്ക് യു. നല്ല കൂൾ ടവൽസും പിന്നെ എന്തോ ക്യാൻഡി എന്ന് തോന്നുന്നു. അതപ്പോൾ ആൻറ്റിക്കും അങ്കിളിനും കഴിക്കാൻ പറ്റില്ല, മധുരമായതുകൊണ്ട്. അതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും കഴിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ആദ്യം തന്നെ ബാത്റൂം കാണിച്ചു തരാം. See, this is a bathtub. Okay. And ഇതിന്റെ ഫ്ലോർ നോക്കി, എന്തൊരു ഭംഗിയാണ് ഫ്ലോറിനാണ്. ബെഡ്റൂം കാണിച്ചു. This is a bed. കുഞ്ഞാവ് കിടക്കുന്നുണ്ട്, അത് ബെഡ്റൂമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേഗം ഓടണം ഇവിടുത്തെ ഒരു 11th ഫ്ലോറിലേക്ക്. കാരണം 5 മണി വരെ ഫ്രീ ആഫ്റ്റർനൂൺ ടീ ആൻഡ് സ്നാക്സ് എല്ലാം നമ്മുടെ റൂം റെന്റ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം 4:30 മണിയായി. അങ്ങനെ അതെ, വേദുവിൻ്റെ സന്തോഷം നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാവം ഇന്ന് ഫുൾ ഡേ സീറ്റിൽ ഇനി തലൂത്തി മറിയും. ഇതാണ് ഇനി വേദുവിൻ്റെ ആക്ടിവിറ്റി. അവൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് ബെഡ്. ഇന്ന് ഫുൾ ഡേ അവൻ്റെ മര്യാദയ്ക്ക് കിടക്കാൻ പറ്റിയില്ല. വിശാലമായിട്ട് വേദുവിന് കിടക്കണം, കയ്യും കാലൊക്കെ നീട്ടി. അപ്പോൾ ഫ്ലൈറ്റിൽ അത് പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ വേദു. ഈ ലിഫ്റ്റ് തന്നെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് കണ്ട ഗൈസ്, ശരിക്കും. അതെ, ഇതിൻ്റെ ഫ്ലോറാണെങ്കിലും ഭയങ്കര ഭംഗിയാണ്. എല്ലാം ഭയങ്കര ഇൻഡിവിജ്വാലിസ്റ്റിക് ക്യാരക്ടറുള്ള ഒരു ഹോട്ടലായിട്ട് എനിക്ക് തോന്നുന്നത്. മമ്മി ഇത് കുറച്ച് മമ്മിയുടെ വീട്ടിലേക്ക് അടിച്ചു മാറ്റാനുള്ള ഐഡിയയിലാണ്. എവിടെ ഐഡിയാസ് ഉണ്ടല്ലോ അതപ്പോ കോപ്പി ചെയ്യുന്ന ആളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ്. ഇതും ശരിക്കും ഈ ബുട്ടീക്ക് റെസ്റ്റോറൻറ്റ്സ് ഗുണം ഇത് ഭയങ്കര ഒരു ഇൻഡിവിജ്വാലിറ്റി ആണ്. നമുക്ക് ഭയങ്കരമായിട്ടൊരു പേഴ്സണലൈസ്ഡ് ഫീലിംഗ് കിട്ടും. എല്ലാം ഭയങ്കര ഒരു കോസി ഫീലിംഗ് ആണ്. എന്തായാലും 11th ഫ്ലോറിലാണ്. നമുക്ക് ഇവിടുന്ന് നേരെ നല്ല ഫുൾ സിറ്റിയുടെ ഈ ഓൾഡ് ക്വാർട്ടേഴ്സിൻ്റെ വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയാണ് ശരിക്കും. ടേബിൾസ്, ചെയർസ്, കട്ട്ലറി, ഗ്ലാസ് എല്ലാം. പ്ലേറ്റിംഗ് തന്നെ ഉണ്ട്. ഇതാണ് ഈ ആഫ്റ്റർനൂൺ ടീയുടെ കൂടെ വരുന്ന സ്നാക്സ്. പക്ഷെ എല്ലാം സ്വീറ്റാണ്. അതിൻ്റെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ നടുക്കത്ത് എനിക്കൊന്ന് യോഗേർട്ടാന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണ്ടായിരുന്നു, പക്ഷെ മമ്മിയും ഡാഡിയും ഭയങ്കര ടയേർഡായി, അവർ കിടന്നുറങ്ങി. അപ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾ റെഡിയായിരുന്നു. അപ്പോൾ കുറച്ച് വയസ്സായവരല്ലേ ഇല്ല. അതെ, ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആരാ ലേറ്റ് ആക്കിയെന്ന്.
അപ്പോൾ നല്ല വെതർ ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്നു ഹോട്ടലിൽ നിന്ന്. ഒരുവിധം എല്ലാം അടച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് ഇപ്പോൾ സമയം ഏകദേശം 9 o'clock അതുകൊണ്ടായിരിക്കും അടച്ചിരിക്കുകയാണ്. പക്ഷേ സ്ട്രീറ്റ്സ് ഒക്കെ ഭയങ്കര ലൈവ്ലിയാണ്. അപ്പോൾ സിം കാർഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. സിം കാർഡ് ഇല്ലാതെ ഞാൻ ടോട്ടലി യൂസ്ലെസ് ആണ്. അപ്പോൾ സിം കാർഡ് എടുത്തു. 400 രൂപയുള്ളൂ. എനിക്കൊന്ന് 9 GB ഡേറ്റ ഉണ്ട്, അൺലിമിറ്റഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ, ഒത്തൻറ്റിക് വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിൽ ആദ്യത്തെ വിയറ്റ്നാമീസ് മീൽ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളിവിടെ വിയറ്റ്നാമിൽ മെയിൻ വന്നത് ഫുഡിന് വേണ്ടിയാണ്. അപ്പോൾ ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ താമസ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ആദ്യം അവിടെ കഴിച്ചിട്ട് ഇന്നത്തെ രാത്രി ഞങ്ങൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും നോക്കട്ടെ എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉള്ളതെന്ന്. ഓങ്ഹോയ്സ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പേര്. അപ്പോൾ മെനുവിൽ സ്റ്റാർട്ടിങ് തന്നെ 89,000 ഒക്കെയാണ്. പക്ഷെ അത് കണ്ട് പേടിക്കണ്ട. എനിക്കൊന്ന് ഏകദേശം ഒരു 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 300 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ ഞാനും ആദ്യമേ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി, പിന്നെയാണ് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ എന്ന് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഹനോയാണ് സ്പ്രിംഗ് റോളിൻ്റെ സ്ഥലം. ഇതപ്പോൾ ആദ്യത്തെ ഒരു വെജ് സ്പ്രിംഗ് റോളാണ്. അതാണ് ഈ സ്പ്രിംഗ് റോൾസ് ഒക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ വെളിയിലത്തെ ബാറ്റർ കൂടുതലും അകത്തെ സ്റ്റഫിങ്സ് കുറവായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ബാറ്റേഴ്സ്, അകത്തെ സ്റ്റഫിങ് ആയിരിക്കും കൂടുതൽ. ശരിക്കുള്ള വിയറ്റ്നാമീസ് സ്പ്രിംഗ് റോള് ഇത് റൈസ് റാപ്പേഴ്സ് ആണ്. ഇത് റൈസാണ്, അകത്ത് പോക്കും ഫ്രഷ് ഹെർബ്സും. ഭയങ്കര ഹെൽത്തിയാണ്, കാരണം ഓയിലില്ല, സോസസ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് ഫ്രഷ് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ആണ് ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സ്. ഞങ്ങളുടെ സീ ഫുഡ് ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി ക്ലിയർ ബ്രോത്ത് സൂപ്പും ഉണ്ട്. ഫ്രൈഡ് പോക്കാണ്. ആൻഡ് അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസും വരുന്നുണ്ട്. അവർ പറഞ്ഞു തരുന്നു എങ്ങനെ ഇത് മിക്സ് ചെയ്യേണ്ടതെന്ന്. എൻ്റെ ഫേവറേറ്റ് കൈൻഡ് ഓഫ് ഡൈനിങ് എക്സ്പീരിയൻസ് ശരിക്കും നമ്മുടെ ഷെഫ് അല്ലെങ്കിൽ സെർവർ വന്ന് നമ്മുടെ ടേബിളിൽ ഇങ്ങനെ ഒരു ഫുഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വിഷ്വൽ ട്രീറ്റ് തരുന്നതാണ്. ഇത് ആക്ച്വലി അവർ തന്നെ റൂൾ നമുക്ക് എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യമേ കുറച്ച് ലെറ്റ്യൂസ് എടുത്തു, പിന്നെ കുറച്ച് റൈസ് നൂഡിൽസ് എടുത്തു. അതനുസരിച്ച് നമ്മളോട് ചോദിക്കും കേട്ടോ അവർ എത്ര സ്പൈസിനെസ് വേണം, എത്ര സോർനെസ് വേണം എന്ന്. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് അവർ എല്ലാം അത് വെച്ചിട്ട് അവർക്ക് ചോപ്സ്റ്റിക്സ് വേണം. എനിക്ക് ഉപയോഗിക്കാൻ അറിയാത്ത സാധനം, പക്ഷേ എനിക്ക് പഠിക്കണം, ഭയങ്കര ആഗ്രഹം ചോപ്സ്റ്റിക്സ് ഉപയോഗിക്കാൻ പഠിക്കാനായിട്ട്. പ്രിയയ്ക്ക് അറിയാം. അത് കഴിഞ്ഞ് നല്ല സ്റ്റർ ഫ്രൈഡ് പോക്കാണ്. വിയറ്റ്നാമിൽ പോയി അണ്ടോദിന് അതാ ഇഷ്ടം മാതിരി പോക്ക് കിട്ടും. ആൻഡ് കുറച്ച് പോക്ക് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വേറെ സെലറിയും അങ്ങനത്തെ എല്ലാം ഹെൽത്തിയാണ്, ക്യാബേജ് ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അവർ കുറച്ച് സൂപ്പിൻ്റെ ബ്രോത്ത് ഒഴിക്കും. ഇത് കാണുമ്പോൾ തന്നെ കൊതിയിരുന്നു. ഇതെല്ലാം റോൾ ചെയ്തിട്ടാണ് ഇനി നമുക്ക് അവർ വേണമെങ്കിൽ നമുക്ക് ആ സോസിൽ മുക്കി കഴിക്കാം. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, നമ്മുടെ ടേബിളിൽ ഇങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റ്. എന്ത് ഹെൽത്തി ആയിരിക്കും ഇത്, ടേസ്റ്റാ ആണോ? അവിടെ നിന്ന് ഡെസേർട്ട് കഴിക്കാത്തതിന് പ്രിയയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു ജാപ്പനീസ് ചീസ് കേക്ക് കണ്ടു. ഞാൻ കേട്ടിട്ടുണ്ട് ഇത് സൂപ്പർ സംഭവമാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജാപ്പനീസ് ചീസ് കേക്ക്. പക്ഷേ ഈ വിയറ്റ്നാമിൽ ഒരുപാട് സ്റ്റാളുകൾ നമ്മൾ കണ്ടു. ഇങ്ങനെ വളരെ പൊക്കം കുറഞ്ഞ സ്റ്റൂളിലാണ് ഇരുന്ന് മിക്കവരും കഴിക്കുന്നത്. അതെന്താ സംഭവം എന്നറിയില്ല. അതെനിക്കൊന്ന് അവരുടെ ട്രഡീഷൻ ആയിരിക്കും. അപ്പോൾ കുട്ടിവേദിനെ ശരിക്കും ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നാളെ വീണ്ടും വിയറ്റ്നാമിൽ കുറേ കാഴ്ചകളായി കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.